എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച് ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിന്റെ നൈറ്റ് വ്യൂ. ഇവരും കൂടെ റൂം കാണിക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം കുറെ സാധനങ്ങൾ നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തി. ഹോം ടൂർ ആയതായാലും നമുക്ക് ഇനിയും കുറെ സമയം ഉണ്ടല്ലോ, പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കണം വിചാരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി സെറ്റ് ആക്കാം. നമ്മളിപ്പോ തൽക്കാലം നമ്മളെ റൂം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നാളെ ഓരോ സാധനങ്ങൾ മേടിച്ച് നമ്മള് നോക്കിയിട്ട് റൂം ടൂർ ഇടണം കുറെ പ്രാവശ്യം വിചാരിക്കുന്നത്, എപ്പോഴും നടക്കാറില്ല. അപ്പോൾ ഓഫ്ലൈനിന്നും ഓൺലൈനിന്നും ഒക്കെ പാടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. നമ്മളൊരു ഡ്രീം റൂം. അപ്പൊ നമുക്ക് റൂമിലേക്ക് കയറാം. ബാഗ് ഡോറോ എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച് ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ നമ്മുടെ മിറർ ടേബിൾ, ഡ്രസ്സിംഗ് ടേബിള്, നമ്മളത് നമ്മുടെ റിസപ്ഷന്റെ ഒക്കെ ഫോട്ടോസ് ആണത്. പിന്നെ അവിടെ പോളറോയിഡ്സ് കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കർട്ടൈനൊക്കെ നമ്മൾ ഓഫ്ലൈനിൽ മേടിച്ചാണ്. പോളറോയിഡ്സ് നമ്മൾ ഒരു തവണ ഇത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ ഇങ്ങനത്തെ വലിയ ഫോട്ടോസ് ഒന്നും കല്യാണത്തിന്റെയും കൊടുക്കുന്ന റിസപ്ഷന്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ചെയ്തതാണ്. എന്തായാലും പോളറോയിഡ്സ് അടിപൊളിയായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് ചെയ്ത്. ഇത് നമ്മുടെ ഡ്രീം 1 മില്യൺ. നമ്മള് എന്താ പറയാ, ഒരുപാട് സ്ഥലത്ത് പോയ, അതായത് ട്രിപ്പ് പോയതും നമ്മളുടെ ഈ ഒരു ഇത് ഹണിമൂണ് തൊട്ടിട്ട് ട്രിപ്പും ഇതുവരെ പോയ ട്രിപ്പിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ വിരുന്ന് കല്യാണത്തിന്റെ വിരുന്നും എല്ലാം ഉണ്ട് അതിനകത്ത്. നമ്മുടെ കാറ്, ഫാമിലി, ചെറുപ്പത്തിലുള്ള ഫോട്ടോസ്, അങ്ങനെ എല്ലാം ഒന്ന് മിനിമലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇതെന്റെ പാവക്കുട്ടികൾ. നമ്മുടെ ബെഡ്, പിന്നെ ഇത് നമ്മുടെ രണ്ടുപേരുടെയും ബീൻ ബാഗ്സ്. മെയിനായിട്ട് ഇവിടെ വീഡിയോ ചാനലിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇതിലിരുന്നിട്ടാണ് ചെയ്യാറ്. അധികം വന്നിട്ടാണ്. പിന്നെ തന്നെ സ്റ്റുഡിയോ, ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. ഇത് അവന്റെ ഏരിയ. ബാക്കി സ്റ്റാൻഡ്, അങ്ങനെ എല്ലാ സാധനവും അവിടെ സെറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ എന്താ, ഇത് ബാഗിന്റെ പാണ്ടയാണ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്, നമ്മളെ മാക്കിന്റെ എല്ലാ ഗാഡ്ജറ്റ്സും സാധനങ്ങളൊക്കെ ഇവിടെയാണ്. പഴയ ഫോട്ടോസ് ഒക്കെ അവിടെ. ഇത് പണ്ട് ഗിഫ്റ്റ് കൊടുത്ത സാധനങ്ങളൊക്കെയാണ്. ചതിങ്ങി പോയിട്ടുണ്ട് നമ്മൾ ഹോം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇതൊക്കെ നമ്മൾ അന്ന് ഫ്രെയിം ചെയ്യുന്നതാണ്. അതെ, സേവ് ദ ഡേറ്റിന്റെ അന്നത്തെ ഫോട്ടോസ് ഇതൊക്കെ അന്ന് നമ്മൾ ഈ ഇത് ഫ്രെയിം ചെയ്തതൊക്കെയാണ്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ നമ്മൾ ഫ്രെയിം ചെയ്തതും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ഇത് പിന്നെ നമ്മള് DIY ഷോപ്പിൽ നിന്ന് ഇത് ഒന്ന് സെറ്റ് ആകാണ്ടത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതായോണ്ട് ബാറ്ററി കഴിഞ്ഞു പോയി. പിന്നെ തലയിലിടുന്ന സാധനം അതൊന്നും അതിൽ പറയണ്ട. ഇത് പിന്നെ നമ്മളെ റിസപ്ഷന്റെ ഫോട്ടോസ് ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ വെച്ചതാണ്, നല്ല ഭംഗിക്ക് വേണ്ടിട്ട് ഇങ്ങനെ. പിന്നെ ഇങ്ങോട്ട് ബാൽക്കണി തുറന്നിട്ടായിരിക്കും തോന്നുന്നു. നമ്മളങ്ങനെ നൈറ്റ് അങ്ങനെ ഇരിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് ചിൽ ചെയ്യാൻ പോവാറുണ്ട് ബാൽക്കണിയിൽ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ചെറിയൊരു മണി പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് ഗൈസ്. താഴെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഈ സൈഡില് ബാത്റൂം വാഷ്റൂം ഒന്നും കാണിക്കുന്നില്ല. ബാത്റൂം ഇവിടെയാണ്. പിന്നെ റൂമിന്റെ കീ വെക്കുന്ന ഇത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ, ഞങ്ങളെല്ലാവരും കൊണ്ട് നിൽക്കുന്ന, ഇനി എന്താ പറയുക, അപ്പുച്ചിൻ്റെ അച്ഛനും അമ്മേനൊന്നും ഇല്ല, കാണുന്നില്ലല്ലോ എന്ന് വെച്ചൊരു താഴെ ഉണ്ട്. നമ്മൾ ഓൾറെഡി അവർ കയറി വരുന്നിടത്ത് ഞങ്ങളെല്ലാവരും കൊണ്ടുള്ളതുണ്ട്. ഇതിന്റെ പാരന്റ്സിന്റെ ഫ്രെയിംസും ഇതൊക്കെ സെറ്റ് ആക്കി. ഇത് നമ്മളെ നോർമൽ വ്യൂ ആണ്. ഇനി നൈറ്റ് വ്യൂ കാണിച്ചു തരാം. അതായത് നമ്മള്
ലൈറ്റ് ഒക്കെ ഓഫ് ഓഫ് ആക്കി നമ്മള് ചെയ്തിട്ടുള്ള സിനിമയൊക്കെ കാണാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ടൈം ടൈമിൽ ഇരിക്കുന്നുള്ള ഒരു ചെറിയൊരു വ്യൂ ഉണ്ട് കാണിച്ചത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിന്റെ നൈറ്റ് വ്യൂ. അതായത് അവിടുത്തെ നമ്മുടെ പോളറോയിഡ്സിന്റെ ലൈറ്റ്സും പിന്നെ മറ്റേ ടെക് ചാനലിന് സ്റ്റുഡിയോ സെറ്റപ്പിന്റെ ലൈറ്റൊക്കെ. ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വ്യൂ ആണ്. മറ്റേ ഡിം ലൈറ്റ് ഇട്ടാൽ ഈ രീതിയിൽ സംഭവം ഇതിൽ കാണുമ്പോ തീരെ വെളിച്ചല്ലേ ഒന്നുള്ളൂ, പക്ഷെ നേരിട്ട് കാണുമ്പോ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ബൾബിന്റെ വെളിച്ചില്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഇതിൽ തന്നെ അത്യാവശ്യം വെട്ടമുണ്ട്. നമ്മള് അതായത് ഈ ഒരു മൂഡിലൊക്കെയാണ് നമ്മള് ഫിലിം കാണാൻ, മൂവി കാണുന്നതും പാട്ട് പാടുന്നതും നമ്മളുടെ പേഴ്സണൽ ടൈം നല്ല അടിപൊളിയാക്കുന്ന ഈ ഒരു അത് നല്ലൊരു പീസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നൈറ്റിലാട്ടോ ഇങ്ങനെ ഒരു ഇത് പറ്റും, രാവിലെ ആകുമ്പോൾ വെളിച്ചം. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ഇവരും കൂടെ റൂം കാണിക്കാൻ പോവാണ്. എന്റെ മനസ്സാണ് ഉറങ്ങിയ സെറ്റ് ചെയ്യാതിരിക്കരുത്, അറിയോ? എത്ര മണിക്കൂർ ഇരുന്ന് അറിയോ? മറ്റു ലൈറ്റ് അപ്പോ ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു റൂമിന്റെ ടൂറ് ഇത്രേ ഉള്ളൂ. ഇനിയും നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു 2-3 years ഒക്കെ കഴിഞ്ഞാൽ ബേബി വന്ന ബേബിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ച് നമുക്ക് കുറച്ചും കൂടി ഗ്രാൻഡ് ആക്കാം. പിന്നീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുപോലുള്ള ഹോം ടൂർ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഹോം ടൂർ നമുക്ക് പിന്നെ ചെയ്യാം, അതായത് സമയമുണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരിക്കും. Still then take care. Bye.